സംസ്ഥാന സർക്കാരിനെതിരെയും എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആഷോക്കെതിരെയും രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. വിദ്യാർത്ഥികളുടെ അക്രമത്തിന് ആഷോ നേതൃത്വം നൽകുന്നു. ആഷോയെ പ്രതി ചേർക്കണം. CBI അന്വേഷണം സംസ്ഥാന സർക്കാരാണ് അട്ടിമറിച്ചത്. ഡീനിനെതിരെയും ആരോപണ വിധേയരായ പെൺകുട്ടികൾക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. ആദ്യം പോലീസ് ഭരണം, പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാ MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ വെളിയിലിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിഫ് ഹൗസിൽ പോകും. പിന്നെ 8 മാസത്തോളം അവനെ പീഡിപ്പിച്ചത്, 8 മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവനെതിരെ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ SFIയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അവൻ്റെ പങ്കെന്തിന് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല? ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ചയും മാറ്റമില്ല. പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം, ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം, എന്നിട്ട് ഒരു 3 പേരെ സസ്പെൻഷൻ. ഇതെന്ന് കണ്ണിൽ പൊടിയിടുന്ന അവരാരും ഇത് വിചാരിച്ചാൽ, കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ.